ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ വെറൈറ്റികളും റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ലീഫി പ്ലാന്റാണെന്ന് പറയാം. പൂക്കൾ ഉണ്ടാവുമെങ്കിലും പൂക്കളെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം ഇലകൾക്ക് കൊടുത്തിട്ടുള്ളൊരു ചെടിയാണ്. നമ്മൾ കുറച്ച് പ്ലാന്റൊക്കെ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് പ്ലാന്റ് ഔട്ട്ഡോറായിട്ടും വെച്ചിട്ടുണ്ട്. വളരെ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റും ഉണ്ട്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗ്ലോണിമ സ്നോ വൈറ്റ്, ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്, ആഗ്ലോണിമ ആഷ്. ഈ ഒരു വെറൈറ്റിയുടെ പേര് ആഷാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പോട്ട് നമ്മൾ നല്ല ബൾക്കായിട്ട് വളർന്നായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ മുളകളൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് പണ്ട് കട്ട് ചെയ്തിട്ട് ബുഷിയായിട്ട് വളർന്നൊരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് തന്നെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 2-3 മാസങ്ങൾക്ക് മുന്നേ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ നിറച്ചും ഒരുപാട് ലീഫുകളും ഒരുപാട് ബ്രാഞ്ചുകളും വന്നിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റി നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ആ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ മുന്നേ കട്ട് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിറച്ചും വേരുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആഗ്ലോണിമ പ്ലാന്റ് ഒരുപാട് വലുപ്പമൊക്കെ ആയിട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ തണ്ട് അടിഭാഗത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നീട് അവിടുന്ന് ഒരുപാട് ബ്രാഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കാണുന്നത്. ചെറിയ ചെറിയ തൈകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1-2 മാസം എടുത്താലേ ഉള്ളൂ നമ്മൾ മുന്നേ കണ്ടൊരു രീതിയിലേക്ക് വളർന്നു വരുള്ളൂ. നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് ഓൾറെഡി നല്ല തൈയായി ബ്രാഞ്ചായി വന്ന ഒരു ചെടിയാണ് ഈ ഒരു പോട്ടിലേക്ക് വെക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പോട്ടായതുകൊണ്ട് നല്ല വലിപ്പമുള്ളൊരു പോട്ടാണ്. ഇതിൽ നിറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ കുറച്ച് കരിയിലച്ചണ്ടി അതുപോലെ തന്നെ ചേരുത്തുണ്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് മണ്ണ് നിറയ്ക്കുന്നത്. ഇതൊക്കെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള പോട്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബൾക്കി ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇത് ആഗ്ലോണിമയുടെ ഒരു ആഷ് ഗ്രീൻ വെറൈറ്റിയാണ്. ഒരു ആഷ് കളർ, സിൽവർ കളർ ടച്ച് വരുന്നുണ്ട് ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് കരിയില അതുപോലെ തന്നെ ചെറിത്തുണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം വലിച്ചെടുക്കാനും പിന്നെ ഈ കരിയിലൊക്കെ നല്ലൊരു കമ്പോസ്റ്റാണ്. അപ്പോൾ രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കാത്തവർക്ക് പറ്റിയിട്ടുള്ളൊരു വളപ്രയോഗമാണ് ഇത്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ജൈവവളം ഉപയോഗിച്ചിട്ട് പോട്ട് സെറ്റാക്കുന്ന രീതി. അപ്പോൾ നമ്മൾ കരിയിലയും ഈ ഒരു ചെറുത്തുണ്ടിട്ട മിശ്രിതത്തിലേക്ക് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത്. പോട്ടി മിക്സ് കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഗാർഡനിങ് സോയിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ബുഷിയായിട്ട് ഓവറായിട്ട് ഹൈറ്റ് വെക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ വെച്ച് കൊടുക്കുക. എന്നാലുള്ള ഈ ഒരു ചെടിയുടെ ആ റെഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ആ ബോർഡർ കൂടെയൊക്കെ റെഡ് കളറ് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. ഒരു പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ ഒരു കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. എന്നാൽ തീരെ വെള്ളമില്ല നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ ഈ ചെടിയുടെ ലീഫൊക്കെ തുമ്പൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഇൻഡയറക്റ്റ് ഏരിയയിൽ സ്പോട്ട് ചെയ്യുക, ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക. പോട്ടിന് ഹോളില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ആഗ്ലോണിമ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന രീതി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.